ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് സർ. കഴിഞ്ഞ വർഷം ന്യൂട്ടൺസിൽ USSന്റെ റിസൾട്ട് നല്ല അടിപൊളിയായിരുന്നു. 115ഓളം കുട്ടികൾ എലിജിബിൾ ആവുകയും അതിൽ തന്നെ 19ഓളം കുട്ടികൾ ഗിഫ്റ്റഡ് ആവുകയും ചെയ്തു. അപ്പോൾ ഇത്തവണ നമുക്ക് അതിൽ കൂടുതൽ കുട്ടികൾ എന്ത് ചെയ്യണം, എലിജിബിൾ ആക്കുകയും വേണം, അതോടൊപ്പം തന്നെ ഗിഫ്റ്റഡ് ആക്കുകയും വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. USS അഥവാ CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുട്ടികളും അതേപോലെ തന്നെ പേരൻസും ചോദിച്ചിരുന്നു എന്താണ് ആ എക്സാം. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫ്രണ്ട്സ് സാറേ പറഞ്ഞോളൂ. USS അഥവാ CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാം ആണ് USS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിലേക്ക് കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ഓണം എക്സാം അതേപോലെ ക്രിസ്മസ് എക്സാം ഇതിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുട്ടികളെയാണ് ഈ ഒരു എക്സാമിലേക്ക് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ സിലബസിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് എല്ലാ വിഷയങ്ങളും ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും ബേസായിട്ട് വരുന്നത്. പിന്നെ ഈ ഒരു എക്സാമിൻ്റെ ഒരു പാറ്റേണിനെ പറ്റിയിട്ട് പറയാം. 2 പേപ്പേഴ്സാണ് ഈ USS എക്സാമിനുള്ളത്, പേപ്പർ 1ഉം പേപ്പർ 2ഉം. അതിൽ തന്നെ മലയാളം അതേപോലെ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, സോഷ്യൽ സബ്ജക്റ്റുകൾ 2 വിഷയങ്ങളിലായിട്ട് വരുന്നുണ്ട്. പേപ്പർ 1നും പേപ്പർ 2നും 50 മാർക്കാണ്, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ ഓരോ വിഷയങ്ങൾക്കും എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതായത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം. നമുക്ക് ആദ്യം മാത്സിൽ നിന്ന് തുടങ്ങാം. USS എക്സാമിൽ പേപ്പർ 1ലാണ് മാത്സ് വരുന്നത്. ഇതിൽ 20 ക്വസ്റ്റ്യൻസും 20 മാർക്കുമാണ്. 4 ക്വസ്റ്റ്യൻസ് മെന്റൽ എബിലിറ്റി ആയിട്ട് ചോദിക്കും. അപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളൊരു സബ്ജക്ട് എപ്പോഴും മാത്സ് ആണ്. കാരണം പാറ്റേൺ ചേഞ്ച് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് വന്നതോടുകൂടി കുറച്ചും കൂടി സമയം കൂടുതൽ, നേരത്തെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയിരുന്നത് ഇപ്പോൾ ഒരു 30 സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചു വരുമ്പോഴേക്കും കുറച്ചുകൂടി സമയം പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഷോർട്ട് ട്രിക്കിൽ പെട്ടെന്ന് സോൾവ് ചെയ്യാം, എങ്ങനെ അത് വായിച്ച് ഏറ്റവും വേഗത്തിൽ ഉത്തരം എഴുതാം എന്നുള്ളതാണ് നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മാത്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ കുറച്ചുകൂടി ടഫ് ആണെന്ന് പറയുന്നത് ചിലപ്പോൾ സയൻസ് ആയിരിക്കും. അപ്പൊ സയൻസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് 7th ടെക്സ്റ്റ് ബുക്കാണ് ഒരു ബേസ് ആയിട്ട് നമ്മൾ വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ 15 മാർക്കിന്റെ ചോദ്യങ്ങളായിട്ടായിരിക്കും വരുന്നത്. 15 ചോദ്യം തന്നെ ആയിരിക്കും നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ അത് കൂടുതൽ നോക്കാനുള്ളത് ആരോഗ്യക്ഷേമ പദ്ധതികളും അതേപോലെ തന്നെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ, പിന്നെ ഇൻവെൻഷൻ, അതുപോലെ തന്നെ നോബൽ പ്രൈസിന്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതൽ നോക്കാനുള്ളത്. USS എക്സാമിന് സോഷ്യൽ സയൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ പേപ്പർ 2ൽ 20 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് സോഷ്യൽ സയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. കംപ്ലീറ്റ്ലി ഇത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിനെ ബേസ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്നാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിച്ചതുകൊണ്ട് മാത്രം അവിടെ USS നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അവിടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് മിസ് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ്? ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസിൽ മെയിൻ ആയിട്ടും കാണുന്നത് അസേഷൻ ക്വസ്റ്റ്യൻസ്, അതുപോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കാണുന്നത്. മാച്ച് ദ ഫോളോയിങ് ഒക്കെ കൂടുതലായിട്ടും കാണുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ന്യൂസ് പേപ്പർ റീഡിംഗ് ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ആൻഡ് അതിൽ നമ്മൾ നോക്കാം ന്യൂ അപ്പോയിന്റ്മെന്റ്സ് നോക്കുക, അതേപോലെ തന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസസ് നോക്കാം. ആൻഡ് റെഗുലർ ആയിട്ട് ന്യൂസ് റീഡിംഗ് അത്യാവശ്യമാണ്. ഇപ്പോൾ മിസ് പറഞ്ഞ പോലെ തന്നെ റെഗുലർ ന്യൂസ് റീഡിംഗ് ഒരു കാര്യം ആഡ് ചെയ്തായിരുന്നു മിസ്. ഇപ്പൊ നമുക്ക് കുട്ടികളൊക്കെ ഇപ്പൊ ഭയങ്കര മടിയന്മാരാണല്ലോ, പത്രമൊക്കെ ഇരുന്ന് ഡെയിലി വായിക്കാനൊക്കെ മടിയുള്ളൊരു രീതിയായിരിക്കും. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോൾ ഇടുന്നുണ്ട്. പോൾ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസം ഓരോ സബ്ജക്റ്റുകളാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ സയൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ പോൾ ആഡ് ചെയ്യുമ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നതെങ്കിൽ അതിൽ 3 ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മുടെ മെറ്റീരിയലിന് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബാക്കി 2 ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കറണ്ട് അഫയേഴ്സ് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൂടാതെ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ലാസ്റ്റ് നമ്മുടെ റിവിഷൻ ഫൈനൽ ലാബ്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ 2-3 ക്ലാസ്സുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അതിൽ നേരത്തെ സാർ പറഞ്ഞ പോലെ ക്ഷേമ പദ്ധതികളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെയും കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. മലയാളത്തിന് കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി 2 ടെക്സ്റ്റാണുള്ളത്. അതിന് കൃത്യമായിട്ട് സിലബസ് നോക്കുക എന്നുള്ള കാര്യമേ ഉള്ളൂ. നമ്മൾ പാഠം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ മലയാളം അത്യാവശ്യം ഓക്കെയാണ്. പക്ഷേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് അവർ ടെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പൊതുവിജ്ഞാനവും വ്യാകരണവും നല്ല രീതിക്ക് അറിയണം. വ്യാകരണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്കറിയാവുന്ന പോലെ വിപരീത പദങ്ങൾ, പര്യായ പദങ്ങൾ, ഇനി തെറ്റെന്താണെന്ന് മനസ്സിലാക്കുക, അങ്ങനെ ചോദ്യങ്ങളാണ് വരിക. പൊതുവിജ്ഞാനത്തിലാവട്ടെ കുറച്ച് പുരസ്കാരങ്ങളുടെ കാര്യങ്ങൾ, എഴുത്തച്ഛൻ, വള്ളത്തോൾ, വയലാർ, അങ്ങനെ പലതും ചോദിക്കാം. കറണ്ട് അഫെയർ 2025 വരെയുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മളത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മലയാളം 30 മാർക്ക് എളുപ്പത്തിൽ ഇങ്ങോട്ട് പോരും. അപ്പോൾ മക്കളെ എല്ലാവരും അങ്ങനെ പഠിച്ചാൽ മതി. ഇംഗ്ലീഷിന്റെ കേസിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ ഇംഗ്ലീഷ് പേപ്പർ 2 ഒരു സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആൻഡ് 15 മാർക്സിന്റെ 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയിട്ട് കുട്ടികൾ എഴുതണം. ആൻഡ് നെഗറ്റീവ് മാർക്സ് ഇല്ല, അപ്പോൾ അവർക്ക് പേടിക്കാതെ എഴുതാമല്ലോ. ഇനി ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നോക്കുവാണെങ്കിൽ നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് സീൻ പാസേജ്, അൺസീൻ പാസേജ്, അല്ലെങ്കിൽ നമുക്ക് പോം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കൃത്യമായി ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് പഠിപ്പിച്ചാൽ അടിപൊളിയായിട്ട് പിള്ളേർക്ക് അത് ചെയ്യാനായിട്ട് പറ്റും.
ഇനി അത് കഴിഞ്ഞാൽ വൊക്കാബുലറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ നമുക്ക് കളക്റ്റീവ് നൗൺസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, ഇഡിയം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് വണ്ണാണ് കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നത് ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഈസി ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെ നമ്മൾ കൃത്യമായ പരിശീലനത്തിലൂടെ നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇംഗ്ലീഷിന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മുടെ USS എക്സാമിനെ കുറിച്ചിട്ടുള്ള കുട്ടികളുടെ കോമൺ ആയിട്ടുള്ള സബ്ജക്ട് റിലേറ്റഡ് ഡൗട്ടുകളൊക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമ്മുടെ കോഴ്സ് എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഓവറോൾ ആയിട്ടൊന്ന് പറയാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ. ഈ ടെലഗ്രാം ചാനൽ വഴിയായിട്ട് നമ്മൾ ഡെയിലി ഓരോ സബ്ജക്ട്സിൻ്റെയും അത് റൊട്ടേഷൻ വൈസിൽ മാറിക്കൊണ്ടിരിക്കും 5 പോൾ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഉണ്ടാവും. പിന്നെ ഇത് കൂടാതെ ഒരു ഷുവർ ഷോട്ട് ഇമേജസ്, അതായത് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ കണ്ടന്റ്സ് എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം എന്നുള്ള ഷുവർ ഷോട്ട് ഇമേജസ് നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീക്കിലി വൺസ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു ചാനൽ വഴിയായിട്ട് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. ടെലഗ്രാം ബോട്ട് എക്സാംസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അതായത് നമ്മൾ ഇത്രയും ദിവസം പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു എക്സാം ലിങ്ക് പോലെ കൊടുക്കും. ആ ഒരു ലിങ്കിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കാനും അതുവഴിയായിട്ട് എത്രാം സ്ഥാനത്താണ് അവർ നിൽക്കുന്നത് എന്നുള്ള അവരുടെ റാങ്ക് അറിയാനായിട്ടും അതുവഴിയായിട്ട് പറ്റുമെന്നായാലും. പിന്നെ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചിട്ട് പറയാം. നമ്മുടെ ക്ലാസ്സിന്റെ നോട്ട്സും നമ്മൾ ടെലഗ്രാം ചാനൽ വഴിയായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ക്ലാസ്സിന്റെ ഷെഡ്യൂൾസും പിന്നെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടെങ്കിൽ അതും എല്ലാ കാര്യങ്ങളും നമ്മൾ ടെലഗ്രാം ചാനൽ വഴിയായിട്ടായിരിക്കും ഓവറോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ആഴ്ചയിൽ 2 ദിവസമാണ് നമുക്ക് ലൈവ് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ക്ലാസ് ഉണ്ടാവുന്നത്. 2 ദിവസം നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാവും. അത് ഓരോ സബ്ജക്റ്റ് മാറി മാറി വരും. അതിന്റെ ലിങ്കുകളും നമ്മൾ ഈ ഒരു ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഈ ക്ലാസ് ടൈമിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? ക്ലാസ് ടൈമിലും എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് കൂടാതെ ക്ലാസ്സിലും എക്സാം ഉണ്ടാവും. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും നമുക്ക് 2 ക്ലാസ്സുകളാണ് ഉണ്ടാവുന്നത്. ആ 2 ക്ലാസ്സുകളുടെയും സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു എക്സാം ഉണ്ടാവും. ആ ഒരു എക്സാമിന് ഇൻക്ലൂഡ് ചെയ്യുന്നത് തൊട്ട് മുൻപ് ആ സബ്ജക്റ്റിൽ പഠിച്ച കാര്യങ്ങൾ മാത്രമായിരിക്കില്ല. ഈ ഒരാഴ്ച നൽകിയ ടെലഗ്രാമിലെ എല്ലാ സബ്ജക്റ്റിലെ പോൾ ക്വസ്റ്റ്യൻസും യൂട്യൂബിൽ ക്ലാസ് റെക്കോർഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതും ഷുവർ ഷോട്ട് ഇമേജും എല്ലാ കാര്യങ്ങളും ഓവറോൾ ആയിട്ട് ആ ഒരു എക്സാമിൽ ഒരു 10 മാർക്കിന്റെ എക്സാം ആയിരിക്കും. ശരിക്കും MCQ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കും. അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ അതുവഴിയായിട്ട് ഈ ഒരാഴ്ച പഠിച്ച കാര്യങ്ങളെല്ലാം ആ ഒരു കുട്ടിക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമിനോട് അടുപ്പിച്ച് നമ്മൾ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അത് OMR മോഡൽ എക്സാം ആയിരിക്കും. ശരിക്കും ഒരു USS എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതേപോലത്തെ ഒരു OMR ഷീറ്റ് കൊടുക്കും. ആ OMR ഷീറ്റിൽ ബബിൾ ചെയ്യും. അതിനുശേഷം ശരിക്കും ആൻസർ കീ കൊടുത്തു കഴിയുമ്പോൾ എത്ര എണ്ണം ശരിയായി എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ OMR ബബിൾ ചെയ്യുമ്പോൾ സ്പീഡ് കുറവുള്ളവരാണെങ്കിൽ ഈ ഒരു പ്രാക്ടീസിലൂടെ അത് ഫാസ്റ്റ് ആക്കാനായിട്ട് അവർക്ക് പറ്റും. അപ്പോൾ അങ്ങനെ സ്ഥിരം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ടൈം അഡ്വാൻറ്റേജ് അവിടെയും കിട്ടും. USSലെ കുട്ടികളുടെ പഠനകാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് നമുക്ക് മെൻറ്റർമാരുണ്ടായിരിക്കും. മെൻറ്റർമാരുടെ പ്രത്യേകത ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള മെൻറ്ററായിരിക്കും. ആ മെൻറ്റർ ഈ കുട്ടികൾ ക്ലാസ്സിൽ കയറുന്നുണ്ടോ അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടോ വീട്ടിലിരുന്നിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെക്ക് ചെയ്യും. ഫോറൻസിക് സാർ പറഞ്ഞ പോലെ ബോട്ട് എക്സാമും നമ്മൾ മന്ത്ലി എക്സാമിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ മാർക്കുകൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ എൻ്റർ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് കുട്ടികളെ പഠന നിലവാരം വിലയിരുത്താൻ പറ്റും. അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, അത് കൃത്യമായിട്ട് കുട്ടികളെയും പാരൻസിനെയും വിളിച്ച് ഇൻഫോം ചെയ്യുന്നതായിരിക്കും ഈ മെൻറ്ററായിരിക്കും. അപ്പോൾ വീക്കിൽ നമുക്ക് 2 ദിവസമാണ് ക്ലാസ് വരുന്നത്. ആ 2 ദിവസത്തിൽ കുട്ടി ആബ്സെൻ്റ് ആവുകയോ അതല്ലെങ്കിൽ ക്ലാസ്സിൽ ഫുൾ ടൈം ഇരിക്കാതെ വരികയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മെൻറ്റർ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ പഠനത്തിന് പാരൻസിൻ്റെയും ഒപ്പം തന്നെ നമ്മുടെ ഭാഗത്തുനിന്നും മെൻറ്റർമാരുടെ രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നൊരു എക്സ്ട്രാ ഫീച്ചറാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാൻ പറ്റുന്നത് നമ്മുടെ USSന്റെ സ്പെഷ്യൽ സ്റ്റഡി മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് ആയിട്ട് അത് എങ്ങനെ ഷോർട്ടായിട്ട് പഠിക്കാം എന്നുള്ളൊരു കണ്ടന്റും പിന്നെ ചാപ്റ്റർ വൈസ് ആയിട്ട് MCQ ക്വസ്റ്റ്യനിൽ തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യനുകളും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. സോഷ്യൽ സയൻസിന്റെ സെക്ഷനിലാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും സ്റ്റഡി മെറ്റീരിയൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇത് കൂടാതെ മോഡൽ എക്സാംസ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിന്റെ ബാക്കിൽ ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ഇതുകൂടാതെ OMR ഷീറ്റും ശരിക്കും നമ്മുടെ US എക്സാമിന്റെ OMR ഷീറ്റ് എങ്ങനെയാണോ ആ മോഡൽ OMR ഷീറ്റും അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അവർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടിക്ക് എന്തായാലും നമ്മുടെ USS എക്സാം എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ റെഗുലർ ട്യൂഷൻ അറ്റൻഡ് ചെയ്യുന്ന 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് USSന്റെ കോച്ചിങ് തികച്ചും ഫ്രീ ആയിരിക്കും. ഇത്തവണത്തെ USS അടിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.